JCB എത്തിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ സാധ്യമായി. നമുക്ക് ധാരാളം മണ്ണുമാന്തി യന്ത്രങ്ങൾ വേണമെങ്കിൽ അതൊക്കെ എത്തിക്കാൻ കഴിയും. പക്ഷെ ഇത് വളരെ സൂക്ഷ്മമായി നടത്തേണ്ട ഒരു പരിശോധനയാണ് എന്നതുകൂടി അപ്പുറത്ത് വശത്തുണ്ട്. അതെ, അതാണ് ബെയിലി പാലത്തിന്റെ നിർമ്മാണം. അത് ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യം തന്നെയായിരുന്നു. ഈ ദൗത്യത്തിന് ഏറ്റവും സഹായിച്ച ഒരു കാര്യം തന്നെയായിരുന്നു. ഇപ്പോൾ ഒരു സൈനിക ഉദ്യോഗസ്ഥർ ഇവിടെ നിൽക്കുന്നുണ്ട്. ആ കാര്യം അദ്ദേഹം തന്നെ വിശദീകരിക്കുമെന്ന് ചോദിച്ചപ്പോൾ can you speak to the phone? How helpful was the construction of the Bailey Bridge to this mission? It was very helpful. The initial day, the people who were stranded across, they were brought to the safer side. And that was the best we could do at that moment with the whatever was available at the time. So we are focusing on that mission. More equipment can be used. Which one? Because of this construction of this bridge, we can bring more equipment to this area. See, now with the engineers making that bridge and completing in one night, yes, we have done a fabulous job, wonderful job, and that was really for the pairing of logistics and people from this particular site to the sector. അത്തരത്തിൽ JCB ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ സാധിച്ചു. അത് ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തിന് ശേഷമാണ്. കൃത്യമായ ഒരു പ്ലാൻ നമുക്ക് ഈ രക്ഷാപ്രവർത്തനത്തിന് ശേഷം ആദ്യ 2 ദിവസത്തെ പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റിയതിനു ശേഷം നമുക്ക് ഉണ്ടാകാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ഈ ഒരു റേഡിയസ് 0.8 മീറ്റർ മുതൽ 2 മീറ്റർ വരെയുള്ള റേഡിയസ് കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിൽ അതിപ്പോൾ പുരോഗമിക്കുക തന്നെയാണ്. മാധു, ഏറ്റവും നിർണായകമായ സമയത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മുണ്ടക്കൈയിൽ വീണ്ടും തിരച്ചിൽ ഊർജിതമാക്കാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ട് സേനാ വിഭാഗങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സകല സംവിധാനവുമായി ഏറ്റവും വലിയ സേവനവുമായി അവിടെ സന്നദ്ധ സേവന പ്രവർത്തകർ കൂടി സേനാ വിഭാഗങ്ങൾക്കൊപ്പം നിലയുറപ്പിച്ചിട്ടുണ്ട്. 3ാമത്തെ സിഗ്നൽ നഷ്ടമായതിനെ തുടർന്ന് നിർത്തിവെച്ചിരിക്കുന്ന ദൗത്യം ഊർജിതമായി പുനരാരംഭിക്കുകയായിരുന്നു. ഇപ്പോൾ 2ാമത്തെ JCB കൂടി വന്ന് മറ്റൊരു വശത്തു നിന്നുകൂടി മണ്ണ് നീക്കം ചെയ്യുകയാണ്. എത്രമേൽ സൂക്ഷ്മമായിട്ടാണ് മണ്ണുമാന്തി യന്ത്രത്തിന്റെ യന്ത്രക്കൈകൾ നേരത്തെ നേരിയ തോതിലുള്ള പാളികൾ മാത്രം വലിച്ചു മാറ്റിക്കൊണ്ട് ഒരു തരത്തിലും ഒരു ജീവൻ അതിനടിയിൽ പെടരുത് എന്ന നിശ്ചയദാർഢ്യത്തോടെ നിർബന്ധ ബുദ്ധിയോടെ അവിടെ പ്രവർത്തിച്ചത് എന്ന് നമുക്കറിയാം. അവിടെ വെളിച്ചത്തിന് പരിമിതി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവിടെ ഹൈമാസ് ലൈറ്റുകൾ കൊണ്ടുവന്നു. വലിയ വെളിച്ചം വിതറുന്നു. അതിനു താഴെ ഏറ്റവും വലിയ നിർണായകമായൊരു ദൗത്യം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. റഡാറിൽ നിന്ന് ബ്ലൂ സിഗ്നൽ കിട്ടിയ സ്ഥലം, ജീവന്റെ ഒരു തുടിപ്പ് അവിടെ അവശേഷിക്കുന്നുണ്ട് എന്ന സിഗ്നൽ എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് മുണ്ടക്കൈയിൽ നിന്നാണ് കിട്ടുന്നത്. ഒരു ജീവനും അവശേഷിക്കുന്നില്ല എന്ന വാർത്തകൾ, എന്ന അധികൃതരുടെ തന്നെ ഒരു തീർച്ച അവർ തന്നെ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ, അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ജീവന്റെ തുടിപ്പ് അവിടെ അവശേഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് മനുഷ്യൻ്റെതാണ് എന്നുള്ള യാതൊരു തരത്തിലുള്ള വ്യക്തതയും വരുന്നില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്ന നേരിയ സാധ്യതയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക്, എല്ലാം നഷ്ടപ്പെട്ട ആർക്കെങ്കിലും ഒരാൾക്ക് പ്രിയപ്പെട്ട ഒരാളെ തിരികെ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതിനുവേണ്ടി എന്തു പ്രയത്നവും എത്ര വലിയ കഷ്ടപ്പാടും നേരിടാൻ തയ്യാറാണ് എന്ന ഉറച്ച ബോധ്യത്തോടെ, നിശ്ചയദാർഢ്യത്തോടെ സേനാ വിഭാഗങ്ങളും സന്നദ്ധ സേവന പ്രവർത്തകരും എല്ലാവരും ഈ രാത്രി നീളുന്ന ഒരു വലിയ ഉദ്യമത്തിന് അണിനിരക്കുകയാണ്.